SB കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പ്രാണ കൗൺസിലിംഗ് സെൻറ്റർ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പാരൻറ്റും ഒരു കുട്ടിയും വന്നു. ഇവനൊരു ബോയ് ആണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ആളിരിക്കുന്നത്. വന്നപാടെ അവൻ്റെ പാരൻസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവൻ ഒരു ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു കുട്ടിയാണ്. അതായത് 10th ടോപ്പ് ലിസ്റ്റിൽ, സ്കൂളിലാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം ഇപ്പം ഇങ്ങനെ എക്സാം അടുത്ത സമയത്ത് അവൻ ഈ എക്സാം നടത്തുമ്പോൾ മാർക്കുകൾ കുറഞ്ഞു വരുന്നു. അതായത് ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് മാർക്കെല്ലാം കുറവാണ്. പിന്നെ ഇവൻ തന്നെ പഠിക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ആണെങ്കിൽ ഇവൻ പഠിക്കാനിരിക്കുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ അവനോട് പെട്ടെന്ന് മറന്നു പോകുന്നു. അവൻ എക്സാമിന് അത് എഴുതാൻ പറ്റുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇഷ്യൂ. ഇതൊന്നും തന്നെ കുട്ടി പറഞ്ഞ കാര്യമല്ല, എല്ലാം പറഞ്ഞത് പാരൻ്റാണ്. അപ്പം ഞാൻ പാരൻസ് പറഞ്ഞതൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം പുറത്തിരിക്കൂ, ഞാൻ കുട്ടീനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പം അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അവൻ ഈ ഒരു എക്സാമിന് ഭയങ്കര പേടിയാണ്. 10th അവന് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ പേടി? അതെ, ഞാൻ 9ാം ക്ലാസ് മുതലേ കേട്ടു തുടങ്ങിയൊരു കാര്യമുണ്ട്. അയ്യോ, അടുത്ത വർഷം നീ 10ലാണ്, അടുത്ത വർഷം നീ 10ലാണ്. സ്കൂളാണെങ്കിലും പിന്നെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് അവരെന്നെ കാണുന്നത്. ആ ഒരു പ്രതീക്ഷയ്ക്കോ അനുസരിച്ച് എൻ്റെ റിസൾട്ട് ഇല്ല എങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ റിയാക്ഷൻ? അതൊക്കെ അവൻ ആദ്യമേ അവൻ്റെ ഉള്ളിൽ കയറി കൂടിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ 10ലെത്തിയ സമയത്താണെങ്കിലും ഈ പാരൻസ് അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഫോണ് കാണരുത്, അങ്ങനെ അവനെ ഇങ്ങനെ എന്താ പറയുക, ഒരു കൂട്ടിൻ്റെ ഉള്ളിലാക്കി എന്ന് പറയില്ലേ, അതുപോലെ ഈ ഒരു 10ാം ക്ലാസ് എത്തിയപ്പോൾ അവനെ ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച പോലെ തോന്നി അവന്. അപ്പോൾ അവന് ടെൻഷനാണ് ശരിക്കും. അതായത് ഈ 10ാം ക്ലാസ്സിൽ എക്സാമിന് എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്ത് പറയും, എൻ്റെ ടീച്ചേഴ്സ് എന്ത് പറയും, അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കും? ഇതൊക്കെയാണ് അവൻ്റെ മനസ്സിൽ. ഇങ്ങനെയൊക്കെ മനസ്സിലുള്ള ഒരു കുട്ടിക്ക് എക്സാമിന് പഠിക്കാൻ പറ്റുമോ? പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ പഠിക്കുന്നത് നമുക്ക് എന്താണ്, നമ്മുടെ മൈൻഡും ബോഡിയും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് പേപ്പറിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം എല്ലാ പേരൻസും, എനിക്ക് തോന്നുന്നു ഒരു 50% അല്ലെങ്കിൽ ഒരു 75% പേരൻസും ഈ ഒരു 10th കുട്ടികളുടെ മനസ്സിൽ ആദ്യമേ ഒരു പേടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നീ അടുത്ത വർഷം 10ലാണ്, അല്ലെങ്കിൽ നീ 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അവിടെ പോകാൻ പാടില്ല, TV കാണാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല, അങ്ങനെ എല്ലാത്തിനും ഒരു 10ാം ക്ലാസ് എന്നുള്ളൊരു ലാബിൽ അവരവിടെ കൊടുക്കുന്നുണ്ട്. ഈ പാരൻസ് ആണെങ്കിലും എൻ്റെ മുന്നിൽ ഇരുന്ന സമയത്ത് അവരൊരു, എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ 10ലല്ലേ പഠിക്കുന്നത്, എന്നിട്ട് അവൻ അങ്ങനെ ചെയ്യാവോ, അല്ലെങ്കിൽ അവൻ കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പഠനത്തിൽ, 10ാം ക്ലാസ് അല്ലേ, അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായി. അപ്പം ഈ എന്തിനാണ് ഈ 10ാം ക്ലാസ്സിനെ ഇങ്ങനെ പേടിക്കുന്നത്? പേടിക്കണം, അതായത് പേടിക്കണം എന്നല്ല, അതായത് ഈ 10th അതായത് പബ്ലിക് എക്സാം ആണ്. 9ാം ക്ലാസ് വരെ അവരുടെ പേപ്പേഴ്സ് വാല്യൂ ചെയ്തിരുന്ന അവരുടെ ടീച്ചേഴ്സ് തന്നെയായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അത് മാറുന്നു. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അവർ പഠിച്ചു വന്നത്, അതായത് 8ാം ക്ലാസ്സിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചു, 9ാം ക്ലാസ്സിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചു, അത്രേ ഉള്ളൂ. അപ്പം അവരെ പേടിപ്പിച്ച് നിർത്തല്ല വേണ്ടത്. ആ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതായത് ഇങ്ങനെയാണ് എക്സാം, ഇതിനിങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് +1 +2 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആ ഒരു രീതിക്ക് നമ്മളിപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നീ 10ാം ക്ലാസ്സാണ്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടി ആദ്യം ഈ ഒരു 10ാം ക്ലാസ് എന്നുള്ളതിനെ ഒരു ഭീകരതയായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന കുട്ടിക്ക് ഒരിക്കലും നല്ല രീതിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുട്ടി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടി എക്സാം എഴുതുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ പല മക്കൾക്കും ആ കാര്യങ്ങൾ അറിയില്ല.
എങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ എനിക്ക് എൻ്റെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറ്റൻഷൻ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ ഉണ്ടാക്കാം, അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കടന്നു പോകാൻ പറ്റും.